Hello, good evening everyone. Welcome to OET Speaking Speculation. This is 𝐎𝐤𝐞𝐚 from Neethu's Academy. So yes, I'm back with another exam model discussion for you guys, and to be honest, I've been waiting to share this card with you guys for the past couple of days because this is one of the recent exam model card, and it's kind of like an interesting pattern. നമ്മൾ യൂഷ്വലി ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ പോലത്തെ തന്നെ ഒരു എക്സാം മോഡൽ കാർഡ് തന്നെയാണ്. ബട്ട് എന്നാൽ പോലും കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ റീസെൻ്റ്ലി വന്നൊരു കാർഡായതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്തൊക്കെ എക്സാമിന് പോകുന്ന സ്റ്റുഡൻസിനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ലൈക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ കോമൺ ട്രെൻഡ്സ്, എങ്ങനത്തെ ടാസ്കുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ യെസ്, ഐ ഹാവ് കം അപ്പ് വിത്ത് ദ റീസെൻറ്റ് എക്സാം മോഡൽ കാർഡ് ഫോർ യു ഗൈസ് ടുഡേ. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്കഷൻ. So you guys know how we do it normally. I'll show the card first and we'll be given 3 minutes time to prepare. After that we'll be discussing each point one by one. So ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എല്ലാ ലൈവിലും ആയിക്കോട്ടെ എല്ലാ സ്പീക്കിംഗ് ക്ലബിലും ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഐ ലൈക്ക് ടു റിപ്പീറ്റ് ദിസ്. ദ റീസൺ ബീങ്, ദ മോർ യു ഹിയർ ഇറ്റ് ദ മോർ യു വിൽ ലേൺ ഇറ്റ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ പറഞ്ഞ് കേട്ട് ചിലപ്പോൾ അത് ഓക്വേർഡ് ആവാം. എന്നാൽ പോലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് പലപ്പോഴായിട്ട് ഇങ്ങനെ കേൾക്കും തോറും മൈൻഡിൽ അതിങ്ങനെ ഫിക്സ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. സോ യെസ്, ദർ ആർ കപ്പിൾ ഓഫ് തിങ്സ് ദാറ്റ് യു നീഡ് ടു പേ അറ്റൻഷൻ ടു ആൻഡ് യു നീഡ് ടു പ്രിപ്പയർ ഡ്യൂറിങ് യുവർ 3 minutes പ്രിപ്പറേഷൻ ടൈം. സോ ഒരു 8 കാര്യങ്ങളാണ് നമുക്ക് ഒരു കാർഡ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. അതിനുശേഷം ഐ ഷോ ദ കാർഡ് ഫോർ യു ഗൈസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഡിസ്കസ് ചെയ്ത 8 പോയിന്റ്സ് ഈ 3 minutes കൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേര്, കാര്യം, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോയിന്റ് അല്ല. ഇൻട്രൊഡക്ഷൻ മീൻസ് ഹൗ ദി സ്റ്റാർട്ടിങ് ഇസ് ഗോയിങ് ടു ബി, ഇൻട്രൊഡക്ടറി ഫേസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ഇൻട്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇൻട്രൊഡക്ഷൻ, ഇനീഷ്യൽ അഷുറൻസ്. Then you have to prepare the expansions for action verbs. Ella taskilum action verbs ഉണ്ട്. So you need to prepare the expansions for these action verbs. After that you need to look into the keywords. ഓരോ കീവേഡ്സ് നോക്കുക, ആ കീവേഡ്സിൻ്റെ സിനോണിംസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ടു എൻഡ് ഈച്ച് ടാസ്ക്. ഓരോ ടാസ്കും എങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ചെക്ക് ദി അണ്ടർസ്റ്റാൻഡിംഗ് ആണോ, അതോ ചെക്ക് ഹൗ ദ പേഷ്യൻറ്റ് ഫീൽസ് എന്നാണോ, ഏത് ടൈപ്പ് ഓഫ് എൻഡിങ് ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യം പ്രിപ്പയർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ട്രാൻസിഷൻസ് നോക്കുക. ഒരു ടാസ്കിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത ടാസ്കിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ എൻഡിങ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ യു ഹാവ് ടു ഡിസൈഡ് അബൌട്ട് എവിടേക്കാണ് ഞാൻ റീഅഷ്യൂറൻസ് പോയിന്റ് പറയേണ്ടത്. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഫ്രേസസും കുറേ സെൻറ്റൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അത് ഏതൊക്കെ ടാസ്കിൻ്റെ അവിടെ പറയണമെന്ന് നോക്കാം. അത് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫ്രേസസ് യു ഹാവ് ലേൺഡ്. സം ടാസ്ക് വിൽ ബി റിക്വസ്റ്റിംഗ് ഓർ ഡിമാൻഡിങ് യു, യെസ് ഇവിടെ ഒരു അക്നോളജ്മെൻറ്റ് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഇത് പറഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നിപ്പിക്കുന്ന ടാസ്കുകളുണ്ടാവും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ആ ടാസ്കുകൾ നോക്കുക. അതിനുശേഷം അത് എവിടേക്ക് ആ പർട്ടിക്കുലർ ടാസ്കിൽ ഏത് ടൈപ്പ് ഓഫ് അക്നോളജ്മെൻറ്റ് പറയണമെന്നുള്ള കാര്യം പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എവിടേക്കാണ് ഫ്രേസസ് യൂസ് ചെയ്യേണ്ടത്, പർട്ടിക്കുലർ ടാസ്കുകൾ കാണുമ്പോൾ ഈ ടാസ്ക് ഇങ്ങനെ പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. And lastly, the conclusion as well. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട പോയിൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓൾറെഡി സെറ്റാണ് എന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് യു വിൽ ഹാവ് എ ക്ലിയർ പിക്ചർ അബൌട്ട് എങ്ങനെയാണ് ഈ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത പോയിന്റ് എന്ത് വരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു സ്പീക്ക്. നിങ്ങൾ സ്റ്റക്ക് ആവുമെന്നുള്ളൊരു പ്രശ്നമോ അല്ലെങ്കിൽ അത് ഫ്ലുവൻസി ഇഷ്യൂസോ സ്റ്റാമറിങ് പ്രോബ്ലമോ അങ്ങനെയൊന്നും തന്നെ ഇല്ലാതെ വളരെ നാച്ചുറലായിട്ടും നല്ല ഫ്ലോയിലും നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. സോ മേക്ക് ഷുവർ യു ഓൾവേസ് റിമെമ്പർ ദീസ് 8 points. Okay, so yes, good evening everyone. I hope all of you are having a really good time and you're preparing well as well. Okay, so yes, without wasting much time, let's get started with the live segment. So first I'll be showing the card right now. Look into the card. You have 3 minutes. Remember that you include these 8 points into the cue card right now. Okay, so over to the screen.
Welcome back everyone. So that's the end of your preparation time. I hope you guys have gone through each and every point very carefully and you understood the context and you have a picture in your mind about എങ്ങനെ വേണം ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. ഓക്കെ, സോ യെസ്, the first and foremost thing I told you you have to do is to understand the context. നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നോൺ കേസ് ആണെങ്കിൽ തന്നെ ഏത് ടൈപ്പ് ഓഫ് നോൺ കേസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ, അല്ലേ? സോ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേഷനാണ് സെറ്റിംഗ്, നേഴ്സ് എന്ന് തന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ ആൻഡ് ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് യുവർ റോൾ പ്ലേ കാർഡ്. Now, the setting is emergency department. അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് അൺനോൺ കേസ് ആണ് ആവാൻ സാധ്യത കൂടുതലെന്നാണ്. പക്ഷെ അങ്ങനെ ആവണം എന്നുണ്ടോ? ഇല്ല. ദ റീസൺ ബീങ് കോണ്ടെക്സ്റ്റിൽ അതല്ല എന്ന് സൂചിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു നോൺ കേസ് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് സംതിങ് യു നീഡ് ടു ലുക്ക് ഇൻ ടു. സോ വാട്ട് യു ഗൈസ് തിങ്ക്? ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ വായിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതൊരു നോൺ കേസ് ആണോ unknown case ആണോ? Please comment down. All of you please comment and let me know what type of a context this is for you. Do you consider it as a non case or do you consider it as an unknown case? Okay, so Najma has commented it is a non-case because it is given just examined case. Excellent. Correct ആണല്ലേ? നമുക്ക് വായിക്കുമ്പോൾ കാണാം, you are speaking to the parent of a 9-year-old child who sustained injuries following a fall. You have examined the child and discussed the findings and explained the next steps. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ പിക്ക് ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്താണ്? എക്സാമിൻഡ് ദ ചൈൽഡ് എന്നുള്ളതാണ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ. ബേസ്ഡ് ഓൺ ദാറ്റ് യു അണ്ടർസ്റ്റുഡ് കുട്ടിയെ നമ്മൾ ഓൾറെഡി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഓൾറെഡി ഇൻട്രൊഡക്ടറി ഫേസിൽ നടക്കുന്ന ഗ്രീറ്റിംഗ്, അതുപോലെ തന്നെ നിങ്ങൾ ആരാണെന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ദിസ് ഇസ് എ സെക്കൻഡ് ഹാഫ്. ഇപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം എന്നുള്ള പറയുന്ന പോലെ തന്നെ സെക്കൻഡ് ഹാഫ് കോൺവെർസേഷനാണ് നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത്. സോ യു ഗോട്ട് ദാറ്റ് ഇൻഫർമേഷൻ വെരി കറക്റ്റ്ലി. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ്. എല്ലാവരും പറയുന്നുണ്ട് നോൺ കേസ് ആണെന്ന്. സോ യെസ്, അരുൺ, അഞ്ജലി, ഷെറിൻ, അമല എല്ലാവരും പറയുന്നുണ്ട് ജസ്റ്റ് എക്സാമിൻ കേസ്, നോൺ കേസ് ആണ്. വെരി ഗുഡ്, ബ്രില്യൻറ്റ്. സോ നൗ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇവിടെ നമ്മൾ പേഷ്യൻറ്റിനോടല്ല സംസാരിക്കുന്നത്, അല്ലേ? യു ആർ ടോക്കിംഗ് ടു ഹൂ? ദ ബൈസ്റ്റാൻഡറിനോടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ നോൺ കേസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ നോൺ കേസ് ബൈസ്റ്റാൻഡർ സിനാരിയോ നമ്മൾ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുന്നത്? ഇവിടെ രണ്ട് പേരുടെ പേരും, അതായത് പേഷ്യൻറ്റിൻ്റെയും ബൈസ്റ്റാൻഡറിൻ്റെ പേരും ചോദിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ 3 minutes? അതോ ജസ്റ്റ് പേഷ്യൻറ്റിൻ്റെ പേര് മാത്രം മതിയോ? If it is just patient, just comment just patient. If it is both of them, comment both. What do you think? രണ്ട് പേരുടെ പേരും 3 minutes ചോദിച്ചു വെക്കണോ, അതോ പേഷ്യൻറ്റിൻ്റെ പേര് മാത്രം ചോദിച്ചിട്ട് റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബൈസ്റ്റാൻഡറിൻ്റെ പേര് ചോദിച്ചാൽ മതിയോ? വാട്ട് ഡു യു ഗൈസ് തിങ്ക്? രണ്ടുപേരുടെയും വേണമെങ്കിൽ ബോത്ത് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ഇനി ജസ്റ്റ് പേഷ്യൻറ്റ് മതിയെങ്കിൽ പേഷ്യൻ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യാം. ലെറ്റ് മീ നോ. യെസ്, what do you guys think? നോൺ കേസ് ബൈസ്റ്റാൻഡർ സിനാരിയോ ആണ് ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്തു എന്നും തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ രണ്ട് പേരുടെ പേരിൻ്റെ ആവശ്യമുണ്ടോ, അതോ ജസ്റ്റ് പേഷ്യൻ്റെ പേര് മാത്രം ചോദിച്ചാൽ മതിയോ? സോ നജ്മ ഹാസ് സെഡ് ബോത്ത് നെയിംസ്. ഷെറിൻ ഓൾസോ സേസ് ബോത്ത്. ലീബ is saying just the patient's name, but Shasina is saying both. Okay, but I'm seeing a lot of both. Just patient na Liba matre പറഞ്ഞിട്ടുള്ളൂ. Anjali is also saying both. All right. Okay, I get that. Okay, ചിലപ്പോൾ നമ്മളിവിടെ കൺഫ്യൂസ്ഡ് ആവാം, അല്ലേ? ഇവിടെ നമ്മൾ രണ്ട് പേരുടെ പേരും കളക്ട് ചെയ്യണം. The reason being, ഈ കുട്ടീനെ എക്സാമിൻ ചെയ്തിരിക്കുന്നത് ഈ പാരൻറ്റിൻ്റെ പ്രസൻസിലാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, വി ഗെറ്റ് എൻ ഐഡിയ ദാറ്റ് വി എക്സാമിൻ ദ ചൈൽഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ദി പാരൻറ്റ്. എങ്ങനെ? യൂഷ്വലി നമ്മൾ കാർഡിൽ കാണുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ്റെ കൂടെ ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട് പൊതുവേ, വിച്ച് ഇസ് ദ ചൈൽഡ് ഓർ ദി പേഷ്യൻറ്റ് ഇസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദ ഡിസ്കഷൻ. ഓക്കെ, പേഷ്യൻറ്റ് ഡിസ്കഷന് പ്രസൻ്റ് അല്ല എന്ന് തന്നിട്ടുണ്ടാവുന്ന ഒരു ലൈൻ സാധാരണഗതിയിൽ കാണാറുള്ളതാണ്.
അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഗിവൻ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നത് നൗ ഡിസ്കസ് ദ ഫൈൻഡിങ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം ഒന്നുമില്ല അല്ലേ. ബട്ട് ഇമാജിൻ ഇറ്റ് വാസ് ഗിവൻ ഹിയർ ദ ചൈൽഡ് ഇസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദ ഡിസ്കഷൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? കുട്ടി ഇപ്പോൾ പാരൻറ്റിൻ്റെ കൂടെ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എക്സാമിനേഷൻ നടത്തിയപ്പോൾ കുട്ടി മറ്റൊരു റൂമിലും പാരൻറ്റ് മറ്റൊരു റൂമിലാവാനാണ് സാധ്യത കൂടുതൽ. സോ ഇറ്റ് വാസ് ഡൺ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി പാരൻറ്റ്. അങ്ങനത്തെ കേസിൽ ഇപ്പോൾ നേരത്തെ ലീബ പറഞ്ഞതുപോലെ പേഷ്യൻറ്റിൻ്റെ പേര് മാത്രം നമ്മൾ ചോദിച്ചു വെച്ചാൽ മതി. കാരണം പാരൻറ്റ് എക്സാമിനേഷൻ റൂമിൽ ഇല്ലാത്തത് കൊണ്ട് പാരൻറ്റിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ ഒന്നും നമ്മുടെ കയ്യിലില്ല അല്ലേ. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് കുട്ടിയുടെ പേര് മാത്രം ചോദിക്കാം. റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാം, well, I have finished examining your child എന്ന് പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ്, സോ യു മസ്റ്റ് ബി ഹിസ് മദർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റിലേഷൻഷിപ്പ് കൺഫേം ചെയ്ത് റോൾ പ്ലേയിൽ അവരുടെ പേര് ചോദിക്കാം. ഓക്കെ, ബട്ട് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് അങ്ങനെയൊന്നും തന്നിട്ടില്ല. ഓക്കെ, ചൈൽഡ് ഈസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദി ഡിസ്കഷൻ ഒരു ലൈൻ ഇവിടെ കാണുന്നില്ല. വിച്ച് മീൻസ് നമ്മൾ കുട്ടിയെ എക്സാമിൻ ചെയ്തത് അമ്മയുടെ പ്രസൻസിലാണ് അല്ലെങ്കിൽ ഫാദറിൻ്റെ പ്രസൻസിലാണ്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എക്സാമിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും. യു കുഡ് ഹാവ് ഗോട്ടൺ ഓൾ ദി ഡീറ്റെയിൽസ് ഓഫ് ദി ചൈൽഡ് ആൻഡ് ദി ബൈസ്റ്റാൻഡർ ബിഫോർ യു വെൻറ്റ് ടു എക്സാമിൻ ദി ചൈൽഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 3 minutesൽ യു നീഡ് ടു കളക്ട് ദ നെയിം ഓഫ് ബോത്ത് ഓഫ് ദം. പാരൻറ്റിൻ്റെയും കുട്ടിയുടെയും പേര് കളക്ട് ചെയ്യുക. അതെങ്ങനെ ചോദിക്കാം? ഇൻറ്റർലോക്യൂട്ടറിൻ്റെ അടുത്ത് മേ ഐ നോ ദ നെയിം ഓഫ് ദി പേഷ്യൻറ്റ് ആൻഡ് ദ ബൈസ്റ്റാൻഡർ. മേ ഐ നോ ദ നെയിം ഓഫ് ദി പേഷ്യൻറ്റ് ആൻഡ് ദ ബൈസ്റ്റാൻഡർ. എന്നിട്ട് ഈ ഒരു റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഇൻട്രൊഡക്ഷനോ ഗ്രീറ്റിങ്ങോ ഒന്നും തന്നെ ചെയ്യേണ്ട. കാരണം ജസ്റ്റ് എക്സാമിൻഡ് കേസ് ആണല്ലേ. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി? ദർ ഇസ് ഓൺലി വൺ വേ ഓഫ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ജസ്റ്റ് എക്സാമിൻഡ് കേസസ് ഇഫ് ബോത്ത് ഓഫ് ദം ആർ പ്രസൻറ്റ് ഇൻ ദ സെയിം റൂം. രണ്ട് പേരും ഒരേ സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒറ്റ സിംഗിൾ വേ ഓഫ് ഇൻട്രൊഡക്ഷൻ ആണ് നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. വാട്ട് ഈസ് ദാറ്റ്? കെൻ യു ഗിവ് കമൻറ്റ് ഡൗൺ? ജസ്റ്റ് എക്സാമിൻഡ് കേസസ് ഇതുപോലെ രണ്ടുപേരും ഒരുമിച്ചുള്ള ജസ്റ്റ് എക്സാമിൻഡ് കേസസ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് പേഷ്യൻ്റ് മാത്രമുള്ള ജസ്റ്റ് എക്സാമിൻഡ് കേസസ് ആണെങ്കിൽ പോലും ഹൗ ഡു യു നോർമലി സ്റ്റാർട്ട് ദ റോൾ പ്ലേ? പ്ലീസ് കമൻറ്റ് ഡൗൺ ദ ഓപ്പണിംഗ് ലൈൻ. പ്ലീസ് കമൻറ്റ് ഡൗൺ എവറി വൺ. എന്താണ് നോർമലി യൂസ് ചെയ്ത ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ്? യെസ്, ജസ്റ്റ് എക്സാമിൻഡ് കേസസിൽ സാധാരണഗതിയിൽ നമുക്ക് ഇൻട്രൊഡക്ടറി ഫ്രേസോ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ്. സോ അവിടെ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ, ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് എക്സാമിനിങ് യുവർ ചൈൽഡ് എന്നാണ് അല്ലേ. സോ അരുൺ രാജ് ഹസ് കമൻറ്റഡ് ദാറ്റ് താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ യുവർ ചൈൽഡ്. Okay, and then you will say I have finished examining your child, so based on my examination എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ടാസ്കിലേക്ക് പോകാം. ബിക്കോസ് യുവർ ഫസ്റ്റ് ടാസ്ക് ഇസ് എക്സ്പ്ലെയിൻ ദ ഫൈൻഡിങ്സ്. Okay, so that is how you can do it. Now, Najma has also commented, your cooperation is well appreciated. Very beautifully said. Thank you for your cooperation. കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് വേയിൽ പറയുന്നതാണ് എങ്ങനെ? Your cooperation is well appreciated എന്നുള്ളത്. That's a very nice statement. Good job, Najma. So, that is how you will have an introduction. Sharon has commented, thank you for allowing me to examine your child. Excellent. Thank you for allowing me to examine your child. Anjali also commented the same thing. So, you guys have an idea, അല്ലേ? ഇങ്ങനെയാണ് just examine cases തുടങ്ങേണ്ടത്. ഈ ഒരു കേസിൽ നമുക്ക് ഇനീഷ്യൽ അഷുറൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു പ്ലേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലി സ്പീക്കിംഗ് ഇല്ല. എന്നാൽ പോലും താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ യുവർ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അഷുറൻസ് പറയണം, നല്ലതായിരിക്കും. ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ റിയലി കൺസേൺഡ് അബൌട്ട് യുവർ ചൈൽഡ് സിറ്റുവേഷൻ, ബട്ട് പ്ലീസ് ഡോണ്ട് വറി, ഹി ഈസ് ഇൻ സേഫ് ഹാൻഡ്സ് എന്ന് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അഷ്യൂറൻസ് പറയുന്നത് എപ്പോഴും നല്ലതാണ്. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഇനീഷ്യൽ അഷ്യൂറൻസ് കഴിഞ്ഞു. അപ്പോൾ 3 minutesൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് 2 കാര്യം ചെക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത് വേണ്ടുന്നത് ഓരോ ആക്ഷൻ വേർബ്സിനുമുള്ള എക്സ്പാൻഷൻസ് നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ യു ക്യാൻ സീ ദിസ്. ഫസ്റ്റ് ടാസ്കിൽ you can see explain the findings. So explain ആണ് അവിടെ വന്നിട്ടുള്ള ആക്ഷൻ വെർബ്. രണ്ടാമത്തെ ആസ് ഇൻ സെയിം ടാസ്കിൽ തന്നെ സെക്കൻഡ് സെഗ്മെൻറ്റിൽ ഗീവ് എന്നുള്ളതാണ് നമ്മുടെ പിന്നെ വന്നിട്ടുള്ള ഒരു ആക്ഷൻ വെർബ്. Then you have find out. The next one you have resist. Then you have provide. Then you have reassure, discuss, explain again, and emphasize. Lastly, establish. So ഇത്രയും
ആക്ഷൻ വെർബ്സ് ആണ് ഈ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യൂ കാർഡിൽ നിങ്ങൾക്ക് പ്രസൻറ്റബിൾ ആയിട്ടുള്ളത്. ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിൻ്റെ ടൈമിലും 3 minutesൽ നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യുക. ഓരോ ആക്ഷൻ വെർബും എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പോൾ എക്സ്പ്ലെയിൻ എങ്ങനെ പറയാം, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എന്ന് പറയാം അല്ലേ, ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് എന്ന് പറയാം, ഐ ലൈക്ക് ടു ബ്രീഫ് എന്ന് പറയാം, ഓ ലെറ്റ്സ് ഡിസ്കസ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഐ ലൈക്ക് ടു ടേക്ക് യു ത്രൂ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഗീവും സെയിം മീനിങ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഗീവ്. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെയും വരും. ഫൈൻഡ് ഔട്ട് മീൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഡിഫോൾട്ട് ട്രാൻസിഷൻ. ദിസ് ഈസ് എ നെയിം ഗിവൺ ബൈ മീ കേട്ടോ. ഇത് ടെക്നിക്കലി OET പേരൊന്നുമല്ല, ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഐ ജസ്റ്റ് ടേംഡ് ഇറ്റ് ഡിഫോൾട്ട് ട്രാൻസിഷൻ സോ ദാറ്റ് യു വിൽ റിമെമ്പർ ഇറ്റ്. സോ ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ് എന്ന് വെച്ചാൽ ഓൾറെഡി അടുത്ത ടാസ്കിലേക്ക് പോകാനുള്ളൊരു ട്രാൻസിഷനാണ്. അത് ഡിഫോൾട്ട് ആവാൻ കാരണം കാർഡ് തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു ട്രാൻസിഷൻ ആയതുകൊണ്ട് ലെറ്റ്സ് call it default transition. അപ്പോൾ default transition just നമുക്ക് ചോദിച്ചാൽ മതി, do you have any questions, do you want me to ask me anything, is there anything I can help you with, would you like to discuss anything with me എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊരു ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ഒരു ട്രാൻസിഷൻ അവിടെയായി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റെസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ വെർബാണ്. ഈ റെസിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഓൾവേസ് റിമെമ്പർ OET സ്പീക്കിങ്ങിൽ റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നൊരു മീനിങ് അല്ല. ദാറ്റ് ഈസ് എ ലിറ്ററൽ മീനിങ്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദിസ് മീൻസ് ഡിനൈ, പൊളൈറ്റ്ലി ഡിനൈ ചെയ്യുക എന്നുള്ളതാണ് റെസിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസിസ്റ്റ് ഗീവിങ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്ന അർത്ഥം എന്താണ്, വെയിറ്റിംഗ് ടൈം എത്രയാവും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ അത് അവർ ചോദിക്കുമ്പോൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ മുന്നേ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്ന് എന്തായാലും ചോദിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ അത് പറയാൻ പറ്റില്ല, കാരണം പ്രയോറിറ്റി കേസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സിനെയും ബേസ് ചെയ്തിരിക്കും എന്ന് നമ്മൾ പറയണം. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഓൾവേസ് റിമെമ്പർ ദിസ് പോയിന്റ്. സോ ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് ഇറ്റ് ടു ദിസ് വൺ. സോ ഓൾവേസ് റിമെമ്പർ ഈ ഒരു ഡിഫോൾട്ട് ട്രാൻസിഷൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ദിസ് ഡിഫോൾട്ട് ട്രാൻസിഷൻ വാസ് നോട്ട് ഗിവൻ ദർ. അതായത് ഫൈൻഡ് ഔട്ട് എനി കൺസേൺസ് ഓർ ക്വസ്റ്റ്യൻസ് എന്നുള്ള ലൈൻ അവിടെ ഇല്ലായിരുന്നു എങ്കിൽ, ഇഫ് ഇറ്റ് വാസ് നോട്ട് ഗിവൻ ദർ, യു നീഡഡ് എ ട്രാൻസിഷൻ ടു മൂവ് ടു ദ നെക്സ്റ്റ് വൺ അല്ലേ. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റെസിസ്റ്റിലേക്ക് വരുന്ന ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, കാരണം ഇവിടെ ഡിഫോൾട്ടായിട്ട് ട്രാൻസിഷൻ തന്നിട്ടില്ല. സോ ദാറ്റ് മീൻസ് you have to come up with a good transition to move to task number 2. അപ്പോൾ what you have to remember is resist എന്ന് കണ്ടാൽ resist, reassure, emphasize ഇതുപോലത്തെ വാക്കുകളൊക്കെ കണ്ടാൽ അതിനർത്ഥം നിങ്ങൾ എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുകയാണ്, റീഅഷ്യൂർ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ കൺസേൺ, അവിടെ ഒരു കൺസേൺ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണ്. ഐദർ യു ക്യാൻ ആസ്ക് എ ജനറൽ ക്വസ്റ്റ്യൻ. ജനറൽ ക്വസ്റ്റ്യൻ എന്താണ്, ജനറലി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ജനറലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഇസ് ദർ എനിത്തിങ് യു വാണ്ട് ടു ആസ്ക് മീ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഓർ യു ക്യാൻ യൂസ് എ സ്പെസിഫിക് ക്വസ്റ്റ്യൻ. അടുത്ത ടാസ്കിൽ എന്താണോ പറയുന്നത് അതിനെപ്പറ്റി എടുത്ത് ചോദിക്കണോ, ഡു യു നോ എനിത്തിങ് അബൌട്ട് ദിസ്, ഡു യു ഹാവ് എനി പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദിസ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് ചോദിക്കുന്നതാണ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ. ഓർ യു ക്യാൻ യൂസ് എ കണക്ടർ. ഓക്കെ, മൂവിങ് ഓൺ നെക്സ്റ്റ്. അതുപോലത്തെ കണ്ടക്ടേഴ്സ് എന്തെങ്കിലും തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ 3 കാറ്റഗറീസിൽ ഈ ട്രാൻസിഷൻ നടത്തുന്ന സമയത്ത് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ ആണോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഡു യു നോ അബൌട്ട് ദ വെയിറ്റിംഗ് ടൈം നമുക്ക് ചോദിക്കാൻ പറ്റില്ല അല്ലേ. സ്വാഭാവികമായിട്ടും അതിലൊരു ലോജിക് ഇല്ല. ഇവിടുത്തെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുന്നതിലൊരു ലോജിക് ഇല്ല. സോ യു കനോട്ട് ആസ്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ദർ. മൂവിങ് ഓൺ, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു അബൌട്ട് ദ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നതിലും ഒരു പോയിന്റ് ഇല്ല. എനിക്ക് നിങ്ങളോട് നിങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതും ഒരു ആപ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. സോ അവിടെ നമുക്ക് എപ്പോഴും ജനറലൈസ് ഉപയോഗിക്കാൻ പറ്റുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? അപ്പോൾ ഓൾവേസ് റിമെമ്പർ റെസിസ്റ്റ്,
റീഅഷ്യൂർ ഇതുപോലത്തെ ടാസ്കുകളുടെ മുന്നേ നിങ്ങൾക്കൊരു ട്രാൻസിഷൻ വേണമെങ്കിൽ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ മെത്തേഡ് ഏതാണ്? ജനറൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. സോ ദ മൊമെന്റ് യു സി റെസിസ്റ്റ് ആൻഡ് യു സി ദർ ഇസ് നോ ട്രാൻസിഷൻ ഗീവൻ ദർ, ഇപ്പോൾ ഇവിടെ ഫൈൻഡ് ഔട്ട് എനി കൺസേൺസ് ഓർ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് ഇല്ല, അതാണ് ഞാൻ സ്ട്രൈക്ക് ഓഫ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പുട്ട് ഇൻ ദിസ് ട്രാൻസിഷൻ. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഇസ് ദർ എനിത്തിങ് യു വുഡ് ലൈക്ക് ടു ആസ്ക് മീ? ഡു യു വാണ്ട് മീ ടു എക്സ്പ്ലെയിൻ എനിത്തിങ് ടു യു? Is there anything in particular you would like to discuss with me? എന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ജനറലി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ റെസിസ്റ്റ് ചെയ്യാനുള്ള ടോപ്പിക് നിങ്ങൾക്ക് ഇട്ട് തരും. സോ യു ക്യാൻ ഈസിലി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. അത് അങ്ങനെയാണ് നമ്മളത് ചെയ്തു പോകുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു യു ഗൈസ്. Now, let's have a look at the next one. Provide. Provide എന്ന് പറയുന്നതും give അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന പോലത്തെ തന്നെ വരുന്ന ഒരു ആക്ഷൻ വെർബാണ് പ്രൊവൈഡ്. റീഅഷ്യൂർ, യു ഗൈസ് നോ ദാറ്റ്. ഇപ്പം നിങ്ങളോട് കാണാം ഇവിടെ നമുക്കൊരു ട്രാൻസിഷൻ ഇല്ല അല്ലേ. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് എനി അതർ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കാൻ ഒരു പോയിന്റ് ഇല്ല. സോ യു നീഡ് എ ട്രാൻസിഷൻ ഹിയർ. യു നീഡ് എ ട്രാൻസിഷൻ ഹിയർ. സോ യു ക്യാൻ പ്ലാൻ ഔട്ട് എനി ട്രാൻസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ട്രാൻസിഷൻ മെത്തേഡ് നിങ്ങൾ ഇങ്ങനെ ചൂസ് ചെയ്ത് വെക്കണം എന്ന് പറയാൻ കാരണം റോൾ പ്ലേ ചെയ്ത് പോകുമ്പോൾ അടുത്തത് എന്താണ് എന്ന് ആലോചിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഈ ടാസ്ക് കഴിഞ്ഞു ഇനി അടുത്ത ടാസ്ക് ഞാൻ എങ്ങനെ തുടങ്ങും എന്ന് ചിന്തിച്ചിരിക്കാനോ നമുക്ക് സമയമില്ല. സോ വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ദെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് ആ ട്രാൻസിഷൻ ഉപയോഗിച്ച് അടുത്ത ടാസ്കിലേക്ക് പോവാം. സോ യു വിൽ നോട്ട് ഹാവ് എനി ഇഷ്യൂ ജമ്പിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് സൈഡ് കൂടെയുണ്ട്. വാട്ട് ഐ ഹാവ് സീൻ ഇൻ സ്റ്റുഡൻസ് ഇസ് ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് വരും. എനിക്കറിയാം അടുത്ത എന്താണെന്ന്, അടുത്ത് പറയാനുള്ളത് ഇതാണെന്ന് എനിക്കറിയാം. സോ ഓട്ടോമാറ്റിക്കലി ഈ പോയിന്റ് പറഞ്ഞ് തീർക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എന്ത് വരും, പെട്ടെന്ന് ഈ ട്രാൻസിഷൻ അങ്ങ് കയറി വരും. അത് ഭയങ്കര ധൃതിയിലായിരിക്കും കയറി വരുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഇങ്ങനെ പോകും. ഡോണ്ട് ഡു ദാറ്റ്. ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഡിഫോൾട്ടായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളായിട്ട് തന്നെ അത് നേരത്തെ തന്നെ എടുത്ത് പറയുക. അങ്ങനെ ഡിഫോൾട്ട് ട്രാൻസിഷൻസ് ഇല്ലാത്ത ടാസ്കുകളാണെങ്കിൽ, അതായത് ഇതുപോലത്തെ ഒന്നും തരാത്ത ടാസ്കുകളാണെന്നുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡെങ്കിലും ബ്രേക്ക് ചെയ്യുക. സീ വെദർ ദാറ്റ് പേഴ്സൺ ഇസ് ട്രൈയിങ്. നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അടുത്ത ടാസ്കിനെ പറ്റി നിങ്ങളോട് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഉള്ള ഒരു പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അവരവിടെ നിന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, just reply to it. But if you see that they are not trying to say anything, you can do your transition. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസിഷൻ പ്രൊവൈഡ് ചെയ്യും. അതർവൈസ് നിങ്ങൾ പെട്ടെന്ന് ചാടിക്കയറി ചോദിക്കുകയും അതേസമയം തന്നെ അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ റേസ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്ത് പറ്റും, അത് ഒരു കോൺഫ്ലിക്റ്റ് ആവും. ഇറ്റ് ക്യാൻ ലീഡ് ടു ഇൻട്രപ്ഷൻ. ഇൻട്രപ്ഷന് അത്യാവശ്യം നിങ്ങൾക്ക് സ്കോർ പോകുന്നൊരു പോയിന്റ് കൂടിയാണ് അല്ലേ. സോ മേക്ക് ഷ്യൂർ യു ഗീവ് ദാറ്റ് സ്പേസ്. ഓക്കെ, സോ ട്രാൻസിഷൻ അവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ദ നെക്സ്റ്റ് വൺ റീഅഷ്യൂർ ആണ്. റീഅഷ്യൂർ ഞാൻ പറഞ്ഞു ട്രാൻസിഷൻസ് ലൈക്ക് ജനറൽ ട്രാൻസിഷൻസ് ആയിരിക്കും നല്ലത്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പോലെ തന്നെ ചോദിക്കാം. അതിനുശേഷം ഡിസ്കസ് ആണ്. ഡിസ്കസ് ഇസ് എഗെയിൻ എക്സ്പ്ലെയിൻ പോലെ വരുന്ന വേറൊരു action verb ആണ് discuss. Again you can see explain here. Then you have emphasize. ഈ emphasize എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് എടുത്ത് പറയുക എന്നുള്ളൊരു പോയിന്റാണ് emphasize കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്ട്രെസ്, റീഇൻഫോഴ്സ്, emphasize ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. എടുത്ത് പറയുക അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദ ഇമ്പോർട്ടൻസ് ഓഫ് എന്നൊരു മീനിങ് ആണ് ഈ emphasize വരുന്നത്. പിന്നെ എസ്റ്റാബ്ലിഷ് ദ ഫാദേഴ്സ് വില്ലിംഗ്നെസ് ടു സീ ദ ഡോക്ടർ മീൻസ് കൺസെൻറ്റ്. ഈ ഒരു പോയിന്റ് എന്താണ്, കൺസെൻറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യാത്ത 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം കീവേഡ്സ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. കീവേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു ലുക്ക് ഇൻ ടു ദാറ്റ് പോയിന്റ്. So the first one, explain the findings. So you know findings ആണ് പറയാനുള്ളത്. So ഇപ്പോൾ findings എന്നുള്ളതാണ് keyword ഇവിടെ. So ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, you can use the same word findings or you can use a synonym of it. Okay, give details of the next step. So ഇവിടെ നിങ്ങളുടെ keyword വരുന്നത് next steps എന്നുള്ളതാണ്. അപ്പോൾ സ്പീക്കിംഗ് ക്ലബിലൊക്കെ സ്ഥിരമായിട്ട് കയറുന്ന സ്റ്റുഡൻസിന് അറിയാം നെക്സ്റ്റ് സ്റ്റെപ്സ് എന്ന് കണ്ടാൽ നമ്മളൊരു സെൻറ്റൻസ് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. വാട്ട് ഈസ് ദാറ്റ് സ്റ്റെപ്പ്, വാട്ട് ഈസ് ദാറ്റ് സെൻറ്റൻസ്, ക്യാൻ യു ഗൈസ് കോമെൻറ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കണ്ടാൽ ഇങ്ങനെ ഉപയോഗിച്ചോളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ പറയണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഐ എം നോട്ട് ഇമ്പോസിങ് ദിസ് ഓൺ ടു യു. ഇതൊരു റെഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നേരത്തെ കുറച്ച് പ്രീ പ്ലാൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്രയും സംഭവം നമുക്ക് ഈസി ആവുക ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് മാത്രം ഇങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടാൽ ഇത് പറഞ്ഞോളൂ എന്ന് പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അതല്ലാതെ ആ അതേ മീനിങ് വരുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് കണ്ടാൽ അതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്,
keyword ആയിട്ട് കണ്ട് synonym യൂസ് ചെയ്യേണ്ട point. Next one is find out any questions or concern, which is a question that don't have to worry about it. അടുത്തത് resist giving waiting time. ഓക്കെ, ഇവിടെ വെയിറ്റിംഗ് ടൈം എന്നുള്ളതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. പക്ഷെ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേർഡ് ഗിവിംഗ് ആണ്. അയ്യോ എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല എന്നത് ഗീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊരു മീനിങ് ആണ്. സോ അപ്പോൾ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് വെയിറ്റിംഗ് ടൈം എന്നുള്ളത് ടോപ്പിക്കാണ്, മെയിൻ ടോപ്പിക് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണത്. പക്ഷേ കീവേഡ് എന്താണ്? ഗിവിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് ദ ട്രയാജ് കെയർ പ്രോസസ്. അതെന്തായിരിക്കും? ഓവർവ്യൂ എന്നുള്ളതാണ് അവിടുത്തെ കീവേഡ് വരുന്നത്. നെക്സ്റ്റ് വൺ റീഅഷ്യൂർ ദ പാരൻറ്റ് അബൌട്ട് ചൈൽഡ്സ് കെയർ. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചൈൽഡ് കെയറിനെ പറ്റി റീഅഷ്യൂർ ചെയ്യുക എന്നൊരു പോയിന്റാണ് നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഡിസ്കസ് മെത്തേഡ്സ് ടു റെഡ്യൂസ് സ്വെല്ലിംഗ്. ഇവിടെ മെത്തേഡ്സ് ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ആണ് നിങ്ങളുടെ കീവേഡ്. നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ഡോക്ടേഴ്സ് അസസ്മെൻറ്റിൽ നീഡ് ഫോർ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്ക്. ഓക്കെ, അടുത്തത് എംഫസൈസ് ദ ഡോക്ടർ വിൽ പ്രൊവൈഡ് ക്ലാരിറ്റി ഓൺ ദ സിറ്റുവേഷൻ. ഡോക്ടർ വിൽ പ്രൊവൈഡ് ക്ലാരിറ്റി എന്നുള്ളതാണ് നിങ്ങളുടെ പോയിന്റ്. എസ്റ്റാബ്ലിഷ് ദ ഫാദേഴ്സ് വില്ലിങ്നെസ് ടു സീ ദ ഡോക്ടർ എന്നുള്ളതിൽ ഫാദേഴ്സ് വില്ലിങ്നെസ് എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ ഇതൊക്കെയാണ് കീവേഡായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതും. ഒന്നെങ്കിൽ ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കാം സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, അതല്ല എന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് സിനോണിംസ് യൂസ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് എ ഫോർത്ത് തിങ് യു ഹാവ് ടു ഡു. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യമാണ് ഓരോ ടാസ്കും എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ടത്. ഫസ്റ്റ് ടാസ്ക് നോക്കിയേ, ഫസ്റ്റ് ടാസ്കിൽ നമ്മൾ എൻഡ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്. സോ അപ്പോൾ അതിൽ അത്ര വറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ അതുകൊണ്ട് തീർന്നു എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടാസ്ക് തീർന്നിട്ടില്ല. കാരണം ഫസ്റ്റ് ടാസ്കിൽ നിങ്ങൾക്ക് കാണാം യു ഹാവ് 1, 2, 3 സെൻറ്റൻസസ്. ഇതിൽ ഈ ഒരു പോയിന്റിൽ ഫസ്റ്റ് സെൻറ്റൻസ് കഴിഞ്ഞ് ഒരു പോയിന്റിൽ എന്ത് ചെയ്യണം? യു നീഡ് ടു ഇൻറ്ററാക്ട്. ഓൾവേസ് മേക്ക് ഷ്യൂർ മൾട്ടിപ്പിൾ സെൻറ്റൻസസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ് ടാസ്കുകൾ ഒരു ടാസ്കിലുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ശ്വാസത്തിൽ ചെയ്ത് വെച്ചിട്ട് do not just ask the patient, yes, I clear to you, do you have any questions? No. You have to stop in between. ഏതെങ്കിലും ഒരു പോർഷനിൽ പോസ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് പേഷ്യൻറ്റിന് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എൻക്വയറി ചെയ്തിട്ട് വേണം അടുത്ത പോയിന്റിലേക്ക് പോകാനായിട്ട്. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എവിടെ ഞാൻ പോസ് ചെയ്യണം, എവിടെ ഞാൻ ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ 3 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ എൻഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ദ എൻഡ് ഇസ് ദിസ് വൺ, ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺ. സോ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു എൻഡ് ഉണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് ദ ട്രയാജ് കെയർ പ്രോസസ്. അപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ എന്താ കൊടുക്കുന്നത്? ഓക്കെ, ക്വിക്ക് അസസ്മെൻ്റ് ആയിരിക്കും. അതിനുശേഷം സിവിയറിറ്റി ഓഫ് ദി ഇഞ്ചുറീസ് അസസ് ചെയ്യും. പിന്നെ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സോ യു ഗീവിങ് ഇൻഫർമേഷൻ അല്ലേ. ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എങ്ങനത്തതാണ്? ചെക്ക് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പേഷ്യൻറ്റ്. മനസ്സിലായോ എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. സോ ഹിയർ യു ക്യാൻ ആസ്ക് ഓർ പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഈസ് ദാറ്റ് ക്ലിയർ ടു യു? ഇതുപോലത്തെ ആർ യു ഫോളോയിങ് മീ, ഇസ് ആർ ക്ലിയർ ടു യു, ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? അതുപോലത്തെ ഏതെങ്കിലും ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ മേക്ക് ഷ്യൂർ ഇത് പ്രിപ്പയർഡ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ടാസ്ക് പറഞ്ഞു വന്നിട്ട് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രിപ്പയർഡ് ആണെങ്കിൽ അതും സെറ്റാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. അടുത്ത ടാസ്കിലും റീഅഷ്യൂർ കഴിഞ്ഞിട്ട് നമ്മൾ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. അതിനെന്താ പറയുന്നത്? എന്തൊക്കെ ചെയ്യണം? അപ്ലൈ ഐസ്, elevate injured limb, ensure child gets a rest. ഇത് ബേസിക്കലി സജഷൻസ് ആണ്. സജഷൻസ് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യുന്ന പോലത്തെ നിങ്ങൾക്കത് മനസ്സിലായല്ലോ എന്ന് ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കലി നിങ്ങൾക്കത് ഓക്കെ ആണോ, നിങ്ങളത് ചെയ്തോളില്ലേ എന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. സോ ഇറ്റ് ക്യാൻ ബി സംതിങ് ലൈക്ക് I hope you will follow all the instructions. I hope you will follow all the instructions correctly. I hope you will follow all the instructions correctly. അല്ലെങ്കിൽ is that okay with you? How does that sound to you? Will you be able to do that? Can you do that? Okay, അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചോദിക്കാം. നെക്സ്റ്റ് വൺ, അടുത്തത് എന്താ വരുന്നത്? എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ഡോക്ടേഴ്സ് അസസ്മെൻറ്റ് കഴിഞ്ഞു. ആൻഡ് ദെൻ യു ക്യാൻ പോസ് ആൻഡ് യു ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ. നിങ്ങളിത് ചെയ്തില്ലേ, ഇസ് ദാറ്റ് ഓക്കെ വിത്ത് യു എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം. ആൻഡ് ദെൻ എംഫസൈസ് ദ ഡോക്ടർ വിൽ പ്രൊവൈഡ് മോർ ക്ലാരിറ്റി ഓൺ ദ സിറ്റുവേഷൻ. അതെന്താണ്? ഇൻഫർമേഷൻ പ്രൊവൈഡിങ് തന്നെയാണല്ലേ. സോ എഗെയിൻ നമുക്ക് ചോദിക്കാം, സോ ഐ ഹോപ്പ് ദാറ്റ്സ് ഓക്കെ വിത്ത് യു, അല്ലെങ്കിൽ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു എന്നുള്ള രീതിയിൽ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഫ്രേസ് ചെയ്യാം. സോ ദിസ് ഈസ് ഹൗ യു പ്ലാൻ ദ
the ending of each task. Okay? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഏകദേശം ഒരു 60% നമ്മൾ റെഡിയായി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, ഒന്നല്ല രണ്ട് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ മെയിൻ പോയിന്റ്. അതായത് ഏതൊക്കെ ടാസ്കിൻ്റെ അവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് അക്നോളജ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യണം, റീഅഷ്യൂറിംഗ് പോയിന്റ്സ് പറയേണ്ട ആവശ്യമുണ്ടോ, ഏതാണ് പറയേണ്ടത് അവിടെ. അതുപോലെ തന്നെ കുറേ ഫ്രേസസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഫ്രേസസും കാര്യങ്ങളൊക്കെ എവിടേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. ഇനി ലെറ്റ് മീ ഗീവ് എ ലിസ്റ്റ് ഓഫ് ദോസ് വേർഡ്സ്. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വേർഡ്സ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ലൈവുകൾ കാണുന്നവരാണ്, അല്ലെങ്കിൽ സ്പീക്കിംഗ് ക്ലബിന് വരുന്നതാണെങ്കിൽ ദിസ് ഇസ് ഫെമിലിയർ ടു യു. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് റിവൈസ് ഇറ്റ്. ദ ഫസ്റ്റ് വൺ, given your condition. ഈ ഒരു കേസിൽ സിൻസ് യു ആർ ടോക്കിംഗ് ടു ദ ബൈസ്റ്റാൻഡർ, ഇൻസ്റ്റെഡ് ഓഫ് ഗിവൻ യുവർ കണ്ടീഷൻ ഇറ്റ് വിൽ ബി ഗിവൻ യുവർ ചൈൽഡ്സ് കണ്ടീഷൻ എന്നുള്ളതായിട്ട് മാറും. അനദർ വൺ, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് gravity. It is a matter of utmost gravity. മറ്റൊന്ന്, well in that case. വേറെ ഒന്ന്, having said that. ഇതുപോലെ കുറേ വേറെയും ഫ്രേസസ് ഉണ്ട്. ബട്ട് ലെറ്റ്സ് സീ ഇത്രയും ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഓഫ് ഫ്രേസസ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ഗോ വിത്ത് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി. ഇപ്പോൾ നമ്മളത് പറയുമ്പോൾ ഇറ്റ് ഈസ് എ എന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ സിംപ്ലി സേ ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇതിൽ എവിടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും? Okay, can you tell me entire role play? Let task number പറഞ്ഞാൽ മതി. This is 1, this is 2, this is 3, 4, 5. ഈ 5 ടാസ്കിൽ I'll give you few seconds time. ഏത് പോയിന്റിലായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫ്രേസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്ന് പറയുന്ന പോലെ പറയാൻ പറ്റുന്ന പോർഷൻ എവിടെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. പ്ലീസ് കോമെൻറ്റ് ഡൗൺ. Yes, where can you use it? It is a matter of utmost gravity. Task number 4. Explain the need for a doctor's assessment. Exactly. അതൊരു നീഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം അല്ലേ. വെരി ഗുഡ് ജാൻസി. സോ യു ക്യാൻ യൂസ് ദാറ്റ് ദെയർ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ടാസ്ക് നമ്പർ 4 ബിഗിനിങ്ങിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് എനി അതർ പോർഷൻ വെയർ യു ക്യാൻ ഫിറ്റ് ദിസ് ഇൻ ടു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന പോയിന്റ്സ്. ഓക്കെ, അങ്ങനത്തെ പോയിന്റ്സുകൾ വരും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു സജഷൻസിൻ്റെ പോയിന്റ് കേട്ടോ, ഇതൊക്കെ ചെയ്യണം, എലവേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റീഅഷ്യൂറൻസ് പോയിന്റ്സ് ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ പ്ലീസ് മിസ്റ്റർ പീറ്റർ, ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി ദാറ്റ് യു ഫോളോ ഓൾ ദീസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ. സോ ദിസ് ഈസ് ഹൗ യു പ്ലാൻ ഇറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് സൂചിപ്പിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4ാമത്തെ ടാസ്കിലെ ഇമ്പോർട്ടൻസ് പറയുന്ന പോലെ നീഡാണല്ലേ. നീഡെന്ന് വെച്ചാൽ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സിൻസ് യു ഡിസൈഡഡ് ഇവിടെ അത് യൂസ് ചെയ്യാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ആ ടാസ്കിൻ്റെ നേരെ ജസ്റ്റ് റൈറ്റ് എ കോഡ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫ്രേസിന് ഞാൻ എടുത്തിരിക്കുന്ന കോഡ് ഗ്രാവിറ്റി എന്നാണെങ്കിൽ ഐ ജസ്റ്റ് റൈറ്റ് ഗ്രാവിറ്റി. അപ്പോൾ ഞാൻ റോൾ പ്ലേ ചെയ്യുമ്പോൾ ഈ 4th ടാസ്ക് എത്തുമ്പോൾ എനിക്കറിയാം ഗ്രാവിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഐ ഹാവ് ടു യൂസ് മൈ സെൻറ്റൻസ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഗൈഡൻസ് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സോ ദാറ്റ് ഈസ് ഡൺ. നമ്മൾ ആദ്യത്തെ പോയിന്റ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി എന്നുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ജോബ്. സോ നൗ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ വിച്ച് ഈസ് ഗിവൻ യുവർ കണ്ടീഷൻ. അത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? വേർ ക്യാൻ യു യൂസ് ഗിവൻ യുവർ കണ്ടീഷൻ? Given your condition എവിടെ യൂസ് ചെയ്യാൻ പറ്റും? Can you guys comment down? Given your condition എവിടെയൊക്കെ ആയിരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? Yes, please comment down and let me know എവിടെയൊക്കെ
യൂസ് ചെയ്യാൻ പറ്റും. ഗിവൺ യുവർ കണ്ടീഷൻ്റെ മീനിങ് എന്താണ്? നിങ്ങളുടെ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് എന്നുള്ള മീനിങ് ആണ് ഗിവൺ യുവർ ചൈൽഡ്സ് കണ്ടീഷൻ നമ്മൾ പറയുന്നത്. സോ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിക്ക് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. സോ വേർ ക്യാൻ യു യൂസ് ദാറ്റ്? പ്ലീസ് കോമെൻറ്റ് ഡൗൺ. Yes. Any idea where you can use it? Task number 3 പറയുന്നുണ്ട് reassure the parent about the child care. പക്ഷെ task number 3 എവിടെ? ഫ്രണ്ടിൽ ഈ റീഅഷ്യൂറിൻ്റെ പോയിന്റിലാണോ അതോ ഈ ഡിസ്കസ് എന്ന് പറയുന്ന പോയിന്റിലാണോ? വേർ ഡു യു തിങ്ക് യു ക്യാൻ യൂസ് ഇറ്റ്? എവിടെയായിരിക്കും കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് എന്ന് പറയാമോ? ടാസ്ക് നമ്പർ 3 തന്നെയാണ് എല്ലാവരും കോമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. യെസ്, താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ യുവർ ചൈൽഡ് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കത് തുടക്കത്തിൽ ടാസ്ക് നമ്പർ 1 താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ യുവർ ചൈൽഡ്. സോ അതിനുശേഷം you can just move on to the next point too. Given your child's condition, I would like to tell you what we have to do next എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു പോയിന്റിൽ വേണമെങ്കിൽ given your condition യൂസ് ചെയ്യാം. ഓക്കെ. ഡിസ്കസ് എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു പോയിന്റിൻ്റെ മുന്നിൽ നമുക്ക് വേണമെങ്കിൽ ഗിവൺ യുവർ ചൈൽഡ്സ് കണ്ടീഷൻ യൂസ് ചെയ്യാം. ബിക്കോസ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം നിങ്ങളുടെ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ നമുക്ക് പറയാം അല്ലേ. സോ യു ക്യാൻ യൂസ് ദാറ്റ് ഹിയർ. സോ അവിടെ നിങ്ങൾ പ്ലാൻ ചെയ്തു ഗിവൺ യുവർ കണ്ടീഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. സോ വെരി ഗുഡ്. അടുത്തത് വെൽ ഇൻ ദാറ്റ് കേസ് ആണ്. അപ്പോൾ എല്ലാവരും അത് കമൻറ്റ് ചെയ്തോട്ടോ. ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ഗൈസ് ക്യാൻ കണക്ട് വിത്ത് ഇറ്റ്. ഗുഡ് ജോബ്. സോ വെൽ ഇൻ ദാറ്റ് കേസ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഓ അങ്ങനെയാണെങ്കിൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ എവിടേക്ക് യൂസ് ചെയ്യാൻ പറ്റും? വെർ ക്യാൻ യു യൂസ് ദിസ് പോയിന്റ്? അങ്ങനെയാണെങ്കിൽ വെൽ ഇൻ ദാറ്റ് കേസ്. അത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പ്രത്യേകിച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് അല്ല. പക്ഷേ വാട്ട് യു ക്യാൻ ഡു ഇസ്, നിങ്ങളൊരു ചോദ്യം ചോദിച്ചു ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ ഇസ് ക്ലിയർ ടു യു ഒക്കെ ചോദിക്കുമ്പോൾ അതിനവർ തിരിച്ച് ഒരു റെസ്പോൺസ് തരും. യെസ് അല്ലെങ്കിൽ നോ പറയും അല്ലേ. അപ്പോൾ ആ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു പോയിന്റിലേക്ക് പോവാം എന്ന് നമുക്ക് പറയാം. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? Well, yes, I would like to know about this. All right, Mr. David, well, in that case, let me explain that to you. എന്ന് പറയാം. ഓക്കെ, ഇനി അതല്ല നോ ഐ ഡോണ്ട് ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോകണം അല്ലേ. സോ വെൽ ഇൻ ദാറ്റ് കേസ് ക്യാൻ ഐ ഗെറ്റ് യുവർ കൺസെൻറ്റ് ടു ഡു ദിസ് എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി യൂസ് വെൽ ഇൻ ദാറ്റ് കേസ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി വെൽ ഇൻ ദാറ്റ് കേസ് എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ എന്നാണ്. അപ്പോൾ നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ എവിടെയെങ്കിലും അത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഒരു പ്ലേസ് വരുവാണെങ്കിൽ ജസ്റ്റ് ഗോ വിത്ത് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ എന്നൊരു പ്ലേസ് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹാവിങ് സെഡ് ദാറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? ഹാവിങ് സെഡ് ദാറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? Having said that. So fifth task in അവിടെ well in that case യൂസ് ചെയ്യുന്ന നജ്മ പറയുന്നുണ്ട് which is true. Do you have any other concerns ചോദിച്ചു കഴിയുമ്പോൾ അവർ റെസ്പോൺസ് തരാം. ഇവിടെ നമുക്ക് ചോദിക്കാം well in that case എന്നുള്ള പോയിന്റ് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഹാവിങ് സെഡ് ദാറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ എന്തോ ഒരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞിട്ട് നിങ്ങൾ വേറൊരു പോയിന്റിലേക്ക് പോവാണ്. അപ്പം പറഞ്ഞ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇനി ഇത് പറയാമെന്ന് പറയുന്ന മീനിങ് ആണ് ഹാവിങ് സെഡ് ദാറ്റ് ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദിസ്. അത് പല സ്ഥലത്തും ഉപയോഗിക്കാം കേട്ടോ. എവിടെയൊക്കെ അത് സ്യൂട്ടബിൾ ആകും എന്നൊന്ന് പറയാമോ? Okay, so Anita has given a statement. From my assessment, your child's current condition is. Okay, ഞാൻ ഈ കറണ്ട് ഗിവൺ യുവർ കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു മീനിങ് അല്ല കേട്ടോ. ഇപ്പം ഇഫ് യു ഹാവ് മിസ്റ്റേക്കൻ ദാറ്റ് ഫോർ ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ്. ഗിവൺ യുവർ കണ്ടീഷൻ ഒരു ഫ്രേസ് ആണ് വിച്ച് ഈസ് യൂസ് ടു സേ ഇപ്പോഴത്തെ സ്ഥിതിക്ക് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലൊക്കെ പറയുന്നത് സജഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ തുടക്കത്തിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് ഗിവൺ യുവർ ചൈൽഡ്സ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്നൊരു പോയിന്റ്. സോ ഹാവിങ് സെഡ് ദാറ്റ് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ക്യാൻ യു ഗൈസ് കോമെന്റ് ഡൗൺ ഹാവിങ് സെഡ് ദാറ്റ്? യെസ്, any idea where you can use it? Having said that, having said that പറയണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓൾറെഡി നിങ്ങളൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു, ആ എക്സ്പ്ലനേഷൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതിന് എൻ്റെ ഇടയ്ക്ക് ചോദ്യങ്ങളൊന്നുമില്ല. ഓക്കെ, ചോദ്യമൊന്നും ചോദിക്കാതെ അടുത്തൊരു എക്സ്പ്ലനേഷനിലേക്ക് നിങ്ങൾക്ക് പോകണം. സോ യു ആർ ജസ്റ്റ് സെയിങ് ഓക്കെ ഇത് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, ഇനി ഇത് പറയാം എന്ന് പറഞ്ഞു പോകുന്നത് പോലെ യു ക്യാൻ യൂസ് ഇറ്റ്. സോ ഹൗ വുഡ് യു ഡു ഇറ്റ്? ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യും? സെക്കൻഡ് ടാസ്കിൽ അല്ലേ. സെക്കൻഡ് ടാസ്കിൽ
റെസിസ്റ്റ് ചെയ്തതിന് ശേഷം you can use it here. Having said that, I would like to give you an overview of the triage care process എന്ന് പറയാം. Brilliant, excellent, you can do that, good job. Najma is also saying the same thing, Jansi has said the same thing, you can use it here. Having said that, I would like to discuss or give you an overview about the triage care process to you. Brilliant, very good. അതുപോലെ തന്നെ ഇവിടെയും യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ അതിന് മുന്നേ given your condition ആണ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്കിത് പറയാം. സോ ഹാവിങ് സെഡ് ദാറ്റ്, ഗിവൻ യുവർ ചൈൽഡ്സ് കണ്ടീഷൻ, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഹൗ ടു റെഡ്യൂസ് ദ സ്വെല്ലിംഗ് എന്നുള്ള രീതിയിൽ വേണേൽ പറഞ്ഞു പോവാം. ഓക്കെ, ഈ ലാസ്റ്റ് ടാസ്കിൻ്റെ അവിടെ അരുൺ പറയുന്നുണ്ട് ലാസ്റ്റ് ടാസ്കിൽ യൂസ് ചെയ്യാം. യെസ് യു ക്യാൻ. സോ ഹാവിങ് സെഡ് ദാറ്റ്, ഐ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞു പോകാം. ബട്ട് അവിടുത്തെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് മുന്നേ ഡു യു ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഹാവിങ് സെഡ് ദാറ്റിലേക്ക് പോകരുത്. കാരണം ഹാവിങ് സെഡ് ദാറ്റിന് മുന്നേ എപ്പോഴും ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കണം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ അടുത്ത എക്സ്പ്ലനേഷൻ പോകും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡു യു ഹാവ് ഇൻ ഇതർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ അത് ചോദിക്കാതെ യു ആർ ഡയറക്ട്ലി മൂവിങ് ടു എംഫസൈസ് ദ ഡോക്ടർ വിൽ പ്രൊവൈഡ് ക്ലാരിറ്റി ഓൺ ദ സിറ്റുവേഷൻ. സോ ഡോണ്ട് വറി, ദ ഡോക്ടർ വിൽ ബി ഗിവിംഗ് യു മോർ ക്ലാരിറ്റി ഓൺ ദ സിറ്റുവേഷൻ. സോ ഹാവിങ് സെഡ് ദാറ്റ്, ക്യാൻ ഐ ഗെറ്റ് യുവർ പെർമിഷൻ ടു സീ ദ ഡോക്ടർ, അല്ലെങ്കിൽ ഇസ് ഇറ്റ് ഓക്കെ ഫോർ യു ടു സീ ദ ഡോക്ടർ എന്നുള്ള രീതിയിൽ വേണേൽ ചെയ്ത് പോവാം. ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്നത് ഇതുപോലെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന പോലത്തെ എന്താ പറയുക, കുറച്ചധികം എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പോലത്തെ ടാസ്കുകളുടെ ഇടയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്, സോ ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ഡു ദാറ്റ് പോയിന്റ്. ഗുഡ് ജോബ്. സോ ദിസ് ഈസ് ആൻ ഓവറോൾ ഐഡിയ അബൌട്ട് ഓൾ ദീസ് പോയിന്റ്സ്. ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അവസാനം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട പോയിന്റാണ് കൺക്ലൂഷൻ. നമ്മളിപ്പോൾ 8 പോയിൻറ്റ്സ് എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ നോക്കിയത് അല്ല, കംപ്ലീറ്റ്ലി ഒരു കാർഡ് നമ്മളെങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം 3 മിനിറ്റ്സിൽ എന്നുള്ള കാര്യമാണ്. ലാസ്റ്റ്ലി കൺക്ലൂഷൻ വേണം. കൺക്ലൂഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലാസ്റ്റ് വന്ന ടാസ്കിൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഇവിടുത്തെ ആക്ടിവിറ്റി എന്താണ്? സീ ദ ഡോക്ടർ. ഓക്കെ, ഡോക്ടറെ കാണുക എന്നുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസൻറ്റ് ഇറ്റ്? കാരണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ആണ്, എക്സാമിനേഷൻ ആണെന്നുള്ളത് നേരത്തെ നമ്മൾ സംസാരിക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കൺക്ലൂഷനും എന്തിനോട് കണക്ട് ചെയ്തിരിക്കണം? ഈ ഒരു ആസ്പെക്റ്റിനോട് കണക്ട് ചെയ്തിരിക്കണം. സോ സംതിങ് ലൈക്ക്, സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ ടു യു. സോ മിസ് പീറ്റർ, ഐ റിക്വസ്റ്റ് യു ടു വെയിറ്റ് ഹിയർ ടു സീ ദ ഡോക്ടർ. സോ യു ക്യാൻ വെയിറ്റ് ഇൻ ദ വെയിറ്റിംഗ് ഏരിയ. ഐ വിൽ ലെറ്റ് യു നോ വെൻ ദ ഡോക്ടർ ഈസ് ഹിയർ എന്നുള്ള രീതിയിൽ യു ക്യാൻ ഗീവ് എ കൺക്ലൂഷൻ. സോ ഓൾവേസ് റിമെമ്പർ യുവർ conclusion should be leading to what is being discussed so far എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, so this is how you can do it. So I hope you guys got an overall idea about how this can be done. കൃത്യമായിട്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നൗ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ഇറ്റ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൊത്തത്തിലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? സോ ഐ വിൽ ക്വിക്ക്ലി ഷോ യു ദി നേഴ്സസ് ഡയലോഗ്സ്. നേഴ്സ് എന്തൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളൊരു കാര്യം ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഐ വിൽ ഷോ യു. യു ക്യാൻ ജസ്റ്റ് പേ അറ്റൻഷൻ ആൻഡ് സീ. ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഐ വാണ്ട് യു ഗൈസ് ടു ലിസൺ കെയർഫുള്ളി ടു വാട്ട് ഐ എം ഗോയിങ് ടു സേ. ഈ ഒരു ലൈവിന് ശേഷം ഒന്നുകിൽ നിങ്ങൾ ആരോടെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് സംസാരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർ ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എടുത്തിട്ടാണെങ്കിലും ഈ ഒരു നഴ്സസ് പോർഷൻ റെക്കോർഡ് ചെയ്ത് നോക്കുക. ആൻഡ് സീ വെദർ യു ക്യാൻ കൺസ്ട്രക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ, യൂസ്ഫുൾ ആണോ, ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിങ്ങനെ കുറേ തിയറി മാത്രം പഠിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. വി നീഡ് ദാറ്റ് പ്രാക്ടിക്കൽ യൂസ് അല്ലേ? അപ്പോൾ പ്രാക്ടിക്കലി നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് ദാറ്റ് മസിൽ പ്രാക്ടീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ വാട്ട് ഐ ആം ഡൂയിങ് റൈറ്റ് നൗ ഇസ് ഐ എം ഗിവിംഗ് യു ദിസ് മെൻ്റൽ ഫ്ലുവൻസി. ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഫീഡ് ചെയ്ത് തരുന്നു. സോ യു ഗൈസ് ആർ കൈൻഡ് ഓഫ് ലൈക്ക് രജിസ്റ്ററിങ് ഇറ്റ് ഇൻ ടു യുവർ മൈൻഡ്. So you guys are kind of like practicing it mentally. Okay, അത് നമുക്ക് ഫിസിക്കലി കൂടെ വരണം. സോ യുവർ മസിൽസ് അറൗണ്ട് യുവർ മൗത്ത് ഷുഡ് ബി ഏബിൾ ടു പ്രൊനൗൺസ് ദീസ് വേർഡ്സ് ആൻഡ് കം അപ്പ് വിത്ത് ദീസ് ഐഡിയാസ് ആൻഡ് പാറ്റേൺസ് വെരി ഈസിലി. ഭയങ്കര സിമ്പിൾ ഗോയിൽ അതിങ്ങനെ വരണം. ഓക്കെ, നിങ്ങളവിടെ ഒത്തിരി ആലോചിക്കാൻ. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തിയത്. ആൻഡ് യു നോ യു ഓൺലി ഹാവ് 3 മിനിറ്റ്സ് ഫോർ ദി പ്രിപ്പറേഷൻ ടൈം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ കണ്ടാൽ ഇത് പറയാം, ഇവിടെ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിച്ചു വെക്കണം. അതിനാണ് നമ്മുടെ സ്പീക്കിംഗ് ക്ലബും അതുപോലെ ലൈവ് സെഷൻസും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ യു ഗൈസ് മേക്ക് മച്ച് യൂട്ടിലൈസേഷൻ ഓഫ് ദാറ്റ്. ഓക്കെ, സോ നൗ ഐ വിൽ ഷോ യു ഹൗ ദീസ് ഡയലോഗ്സ് ക്യാൻ ബി ഡൺ. സോ please listen very carefully to that. So since this is an just examined case, രണ്ട് പേരിനും പ്രസൻസിലാണ് നമ്മൾ എക്സാമിൻ ചെയ്തെന്നുള്ളത് കൊണ്ട് let's call the son as Mike and the mother as Susan. Okay, so I'm going to start like this. So, well, Miss Susan,
Thank you for your cooperation. I have just finished examining Mike. So based on my examination, I can see that he has a swelling and a minor external injury. So we need to examine him for any internal injury. I understand you must be really worried about his condition, but please don't worry, he's in safe hands. We will be giving him the best possible care. So moving on, I would like to ask you, or I would like to tell you what we are going to do next. So we need to provide a preliminary care for your son to make sure that everything is all right with him, and then you can go back to the waiting area. The doctor will be here very soon. He will examine your child and then decide on the appropriate treatment. So, as I told you earlier, you do not have to be panicked. We will definitely look into him, provide him the preliminary care, and after that, the doctor will take it up, or the doctor will do the needful. So, do you have any questions, or do you like to ask me anything? That is the transition point. Would you like to ask me anything? Well, I can understand as a parent, you are really concerned about your child's present situation. However, I'm in no position to tell you how long you need to wait, because this runs highly on priority cases and also on the availability of doctors. So, however, we have prioritized your case. We will definitely look into it, so you do not have to worry about it. Okay, and then you will move on to the next point. So, moving on, I would like to tell you or give you an overview of the triage care process. So we will do a quick assessment, that is what we have done for your child right now, and then we will assess the severity of the injuries, and then we prioritize the treatment. So that's the reason why I told you I won't be able to tell you how long exactly it would take, but we have already informed the doctor about your son's case, so he will be here very soon. Then we will let you know. So I hope it is clear for you. Please cooperate with us. So that is how we can end this task. Then I'm asking the transition point. So do you have anything else to ask me? Is there anything else I can help you with? അപ്പോഴാണ് അവർ ചൈൽഡിൻ്റെ കെയറിനെ പറ്റിയിട്ട് കൺസേൺഡ് പറഞ്ഞത്. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു റിയലി കൺസേൺഡ് അബൌട്ട് ഹിം, ബട്ട് ഇഫ് ഇറ്റ് ഗിവ്സ് യു എനി പീസ് ഓഫ് മൈൻഡ്, ഐ റീഅഷ്യൂർ യു ദാറ്റ് വി ഹാവ് പ്രൊവൈഡഡ് ദി പ്രൈമറി കെയർ ആൻഡ് വി ആർ കോൺസ്റ്റൻ്റ്ലി മോണിറ്ററിങ് ഹിം. So there is nothing for you to be overly concerned about. Okay, so you have finished that point. So next one is methods to reduce swelling. So having said that, given your child's condition, I would like to discuss few methods to reduce swelling. You can apply ice to the affected area and elevate the injured limb, and please make sure that he gets enough rest so that his recovery will be quicker. So please make sure that you follow all the instructions correctly. Will you be able to do that, Miss Maria or Miss Susan? So that is how we can finish that point. So she says yes, that is correct. Then you can ask, so moving on, is there anything else I can help you with? So she asked, well, yes, I would like to know why is it important to wait for the doctor? Another question ചോദിച്ചെന്ന് വിചാരിക്കാം. So you can say, well, Miss Susan, please understand it's a matter of utmost gravity that the doctor assesses Mike, because we need to take a possible x-ray to rule out fractures and internal injuries, and in order to ensure proper diagnosis and treatment and to prevent long-term issues, it is important that we consult a doctor. Moreover, the doctor will provide clarity on the situation to you. So it is the best thing to do to wait and see the doctor. I hope you understand the importance of the situation. Do you have any other queries? The patient says no. The parent says I don't have any other queries. Well, in that case, can I get your consent to wait to see the doctor? Yes, that's okay with me. All right, thank you for your cooperation, Miss Susan. So we'll provide the preliminary care right now to your child. Then you can go back to the waiting area. I'll let you know when the doctor is here. That is how we can wind up the entire conversation. Okay, so I hope you guys got a vague idea about how this can be done. This is an overall explanation of this entire card. Okay, so now the reason why I told you this is quite different from the normal bystander cases is because ഇതിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇഫ് യു ഹാവ് അസസ്ഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നമ്മുടെ എൻറ്റയർ ഭയങ്കര ഡിഫറെൻ്റ് ആണ് എന്നല്ല, പാറ്റേൺ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു, സ്ട്രെസ് ചെയ്തെടുത്ത് പറയുന്നു, ഇതെല്ലാം ഒരു കോമൺ പാറ്റേൺ തന്നെയാണ് എപ്പോഴും എക്സാം കാർഡ്സിൽ കാണപ്പെടുന്നത്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഓരോ ടാസ്കിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനും പ്ലേസ്മെൻറ്റും അതിൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടുവരുന്ന ഫ്രേസസും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. സോ
try to do this task as I told you with your speaking partner or with your mobile phone and see whether you guys can speak continuous ആയിട്ട് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. Okay, so that's all for today. I hope it was helpful for you guys and you guys learned something. And I'm pretty sure we are following a pattern. നമ്മളിവിടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്താണ് എല്ലാം പറഞ്ഞു പോകുന്നത് അല്ലേ. സോ മേക്ക് ഷുവർ നിങ്ങൾ ആ പാറ്റേൺ പഠിച്ചു വെക്കുകയാണെങ്കിൽ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഒരു 70% ഇസ് ഡൺ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആ കാർഡിൻ്റെ ഓൾമോസ്റ്റ് മോർ ദാൻ ഹാഫ് ഡൺ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേ യു പ്രസൻറ്റഡ്, വോയിസ് മോഡുലേഷൻ, യുവർ സ്പോണ്ടേനിറ്റി ടു ടോക്ക്, യുവർ ഫ്ലുവൻസി, യുവർ ആക്സെൻറ്റ്, നോട്ട് ദ ആക്സെൻറ്റ് ആസ് ഇൻ ഹൗ വെൽ യു ആർ ടോക്കിംഗ്, ഹൗ വെൽ യു ആർ പ്രസൻറ്റിങ്, യുവർ ഗ്രാമർ ആസ്പെക്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ, ലാംഗ്വേജ് റിലേറ്റഡ് ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് പ്രാക്ടീസ് അലോങ് ദീസ് ലൈൻസ്. സോ യെസ്, ദാറ്റ്സ് ഓൾ ഫ്രം മൈ എൻഡ് ടുഡേ. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് helpful. If yes, let us know in the comment section. So I'll be back with another speculation live next Tuesday at the same time. Until then, take care. Bye bye everyone.